നമസ്കാരം, ഞാൻ ഉണ്ണി ജോർജ്. വെൽക്കം ടു OMK ഫിഷിംഗ്. നമ്മളിന്ന് വന്നേനെ കണ്ണമാലില. അറിയാലോ, നമ്മൾ കണ്ണമാലിൽ ഇരിക്കുമ്പോൾ ഒരു പ്രാവശ്യം വന്ന് മീൻ പിടിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ചേട്ടൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെ. അതായത് ഞാൻ ചൂണ്ടിടാൻ വേണ്ടി പോയിട്ടൊന്നും കിട്ടിയില്ല. അപ്പോൾ ഞാൻ പുള്ളീനെ വിളിച്ച് പറഞ്ഞു. അപ്പോൾ പുള്ളി പറഞ്ഞു ഇങ്ങോട്ട് വാ, നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു. എന്തെങ്കിലും വീശി പിടിക്കുക, ഇറങ്ങി പിടിക്കുക, എന്തെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പുള്ളീനെ വിളിക്കാം, എന്നിട്ട് ഒരുമിച്ച് പോയിട്ട് എന്തെങ്കിലും കിട്ടാമെന്ന് നോക്കാം. ഓർമ്മ ഉണ്ടാവില്ല അല്ലേ പുള്ളിന പണ്ട് കല്ലിൻ്റെ ഇടയിൽ നിന്ന് ഞണ്ടിനെ മുങ്ങിത്തപ്പി പിടിച്ചത് ഓർമ്മ ഉണ്ടല്ലോ അല്ലേ? അപ്പോൾ വീശി നോക്കാം. വീശി പിടിക്കാൻ വേണ്ടി വന്നേ. എന്ത് കിട്ടും കാണുമ്പോൾ? എന്ത് കിട്ടുമെന്ന് കറക്റ്റായിട്ട് അറിയാൻ പറ്റില്ല. കാണുമ്പോൾ വെള്ളത്തിന് പോലെ ഓടണം ഉണ്ടല്ലേ? ഇതിപ്പോ സാധാരണ വീശണ പോലുള്ള വീശല്ല ഇത് കല്ലിന്റെ ഇടയിലായതുകൊണ്ട് വല ഉടക്കി കഴിഞ്ഞാൽ കിട്ടിയല്ല, പതുക്കെ പൊക്കിയിട്ട് എടുക്കുമെന്ന് പറയുന്നത്. വല അതായത് ഇങ്ങനെ പറയാൻ പറ്റില്ല, വീശൽ എന്ന് പറയാൻ പറ്റില്ല. ഇങ്ങനെ ഇട്ടിട്ട് അപ്പൊ തന്നെ വലിച്ചെടുക്കും ആ പരിപാടി. അല്ലെങ്കിൽ കല്ലിന്റെ ഇടയിൽ പോയി വല ഉടക്കി പോകും, പൊട്ടിപ്പോകും, കാലെല്ലാം പൊട്ടിപ്പോയാ പിന്നെ ഒന്നും കിട്ടിയാൽ എന്തെങ്കിലും കിട്ടുമായിരിക്കും അല്ലേ? കണമ്പ് കിട്ടും, നോക്കാം, പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പൊ എന്തായാലും പോയേക്കാം. ഒരു കണമ്പിനെ കിട്ടിയത്. വല വീശി കഴിഞ്ഞപ്പോഴേക്കും ഒരു വലിയ കണമ്പ് അടിച്ച് ഇതിൻ്റെ ഇടയിൽ കൂടി നൊത്തിപ്പോയി. അതായത് കല്ല് പൊങ്ങി നിൽക്കണേണല്ലോ, അപ്പൊ വല ചെന്ന് കറക്റ്റായിട്ട് വീഴൂല. അപ്പം അടിയിൽ കൂടിയൊക്കെ ഇടിച്ചിടിച്ച് പോകാൻ സാധ്യത. അപ്പൊ അങ്ങനെ പോയി കല്ല് നിൽക്കണം എല്ലായിടത്തും ഉള്ളതുകൊണ്ട് അങ്ങനെ വീശാൻ പറ്റും. ഒതുക്കി കൂട്ടിയുള്ള വീശി. അതെ, അപ്പത് ഒരു കണമ്പിന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ കണമ്പ് ഇനിയും തിരിച്ചു വരാൻ കുറച്ച് ടൈം എടുക്കും. അപ്പോൾ കുറച്ചേരം കൂടി ഒന്ന് വെയിറ്റ് ചെയ്യാം. കുറച്ചേരം കൂടി വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് ഒന്നും കൂടി വീശി നോക്കാം. നമ്മൾ ഒരു വല വീശി കഴിഞ്ഞിട്ട് നമ്മൾ ആ വല നിവർത്തി നൂലും കാര്യങ്ങളൊക്കെ നിവർത്തി എടുക്കാൻ തന്നെ കുറേ സമയം എടുക്കും. അതാണ് ഈ കല്ലിൻ്റെ ഇടയിൽ വീശിയാലുള്ള കുഴപ്പം. അത് മാത്രമല്ല, സാധാരണ വീശിയാലും നമുക്ക് വല റെഡിയാക്കി എടുക്കണമെങ്കിൽ ഇത്തിരി ക്ഷമയോടുകൂടി തന്നെ ചെയ്യണം. ഇതിപ്പോൾ കല്ലിൻ്റെ ഇടയിലായതുകൊണ്ട് പ്രത്യേകിച്ച് നല്ല പണിയാണ്. രണ്ടാമത് നമ്മൾ വല പഴയതുപോലെ റെഡിയാക്കി എടുക്കാനായിട്ട്. നൂല് പൊട്ടിപ്പ് ഉണ്ടോ?
ട്രോളിങ് മൂന്ന് കണമ്പുണ്ട് ഈ പ്രാവശ്യത്തെ വീശിൽ 3 കണമ്പുണ്ട്. അതായത് ആദ്യത്തെ വീശി കഴിഞ്ഞപ്പോൾ കണമ്പ് പോയതായിരുന്നു, പിന്നെ പതിക്കാവൻ തെറിച്ച് വന്നതാ. എന്തായാലും ആ ഒരു വീശിൽ നോക്കത്തില്ല മുഴുത്ത കണമ്പ് ഒരെണ്ണം കിട്ടി, പിന്നെ ബാക്കി 2 ചെറിയ കണമ്പ്. കാല് പൊട്ടിയാ? ഓ, കല്ലിനിടെ കയറിയതാണ് കാല് പൊട്ടിയത്. ഇവരെ വീടാണ് നല്ല കിണ്ണം കണമ്പ്. അപ്പം സംഭവം നമ്മൾ 4-5 വീശി നമുക്ക് 3-4 കണമ്പ് കിട്ടിയിട്ടുണ്ട്. പക്ഷേ സാധനം ഇല്ല. അതവൻ പറഞ്ഞല്ലോ, ഒരു വീശിന് സംഭവം എല്ലാം പോണതാണ്. ഇപ്പം നമുക്ക് 2-3 വീശിയപ്പോൾ ഒരെണ്ണം കിട്ടി, ഭാഗ്യത്തിന് ബാക്കിയുള്ളതിനും കൂടി കിട്ടിയതാണ്. അപ്പോൾ ഇനി നമുക്ക് കിട്ടിയ മീനുകളൊക്കെ വെച്ചിട്ട് അപ്പോൾ നമ്മുടെ കുക്കിംഗ് ഉണ്ടായി. ഓക്കെ, അപ്പോൾ നമ്മൾ മീൻ വെട്ടി ക്ലീനാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കണമ്പ് എന്താ പറയുക, തേങ്ങാപ്പാൽ ഒഴിച്ച് വറ്റിച്ച് എടുക്കാനാണ് പോകണം. അപ്പോൾ നമുക്ക് എണ്ണ ഒഴിച്ചിട്ട് ബാക്കി പരിപാടികളൊക്കെ തുടങ്ങാം. അപ്പോൾ ആദ്യമേ തന്നെ കുറച്ച് എണ്ണ ഒഴിക്കുന്നുണ്ട്, കുറച്ച് കടുക് ഇടുന്നുണ്ട്, കുറച്ച് ഉലുവ, കുറച്ച് സവാള ഇടുന്നുണ്ട്. സവാളയുടെ കൂടെ തന്നെ ഇഞ്ചിയും പച്ചമുളകും കൂടി ഇടുന്നുണ്ട് കേട്ടോ. എല്ലാം കൂടി ഒരുമിച്ചാണ് ഇടണം. കുറച്ച് ഉപ്പിടുന്നുണ്ട്. കുറച്ച് ഉണക്ക കുരുമുളക് ഇടുന്നുണ്ട് കേട്ടോ, ഉണക്ക കുരുമുളക്. കുറച്ച് വേപ്പല ഇടുന്നുണ്ട്. അപ്പോൾ സവാള അത്യാവശ്യം നല്ലപോലെ വാടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്. അപ്പോൾ കുറച്ച് മല്ലിപ്പൊടി ഇടുന്നുണ്ട്, കുറച്ച് മുളക് പൊടി ഇടുന്നുണ്ട്. അപ്പോൾ എല്ലാ സാധനങ്ങളും നമ്മൾ കുറച്ച് ഇടുന്നുള്ളൂ. കുറച്ച് മീനല്ലേ ഉള്ളു, അപ്പോൾ കുറച്ച് ഇടുന്നുള്ളൂ എല്ലാ സാധനവും.
അപ്പോൾ അതേ കുറച്ച് തക്കാളിയും കൂടി ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് സവാളയൊക്കെ നല്ലോണം ഉടഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിൻ്റെ അകത്ത് കുറച്ച് വെള്ളം ഒഴിക്കുന്നുണ്ട്. അധികം വെള്ളം ഒഴിക്കുന്നില്ല, കുറച്ച് ഒഴിക്കുന്നുണ്ട്. മീൻ നമ്മൾ അടിച്ച് ക്ലീനാക്കി വെട്ടി ക്ലീനാക്കി അടിപൊളിയായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ വെള്ളം തിളക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കണമ്പിനെ അങ്ങോട്ട് ഇടണേണ്. അടിപൊളി. സൂപ്പർ. ഇനി നൈസായിട്ടൊന്ന് വെന്ത് കഴിഞ്ഞാൽ നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചിങ്ങനെ എടുക്കാം. കറി ഉപ്പൊന്ന് നോക്കിക്കോട്ടെ. ഉപ്പുണ്ടാകാൻ വഴിയില്ല, കാര്യം നമ്മൾ കുറച്ച് ഉപ്പല്ലേ ഇട്ടുള്ളൂ. ഇല്ല, കുറച്ച് ഉപ്പിട്ടേക്കാം. മതിയാവുന്ന ഒന്ന് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ടുണ്ട്. എന്നിട്ടൊന്ന് എടുത്ത് ഇളക്കിയേക്കാം. അടിപൊളി. ഇതൊന്ന് അങ്ങോട്ട് വറ്റിച്ചെടുക്കണം. എന്നിട്ടാണ് നമ്മൾ തേങ്ങാപ്പാൽ ഒഴിക്കുന്നത്. അപ്പോൾ നമ്മുടെ കണമ്പ് നല്ല അടിപൊളിയായിട്ട് വെള്ളമൊക്കെ വറ്റി ഡ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിലേക്ക് കുറച്ച് തേങ്ങാപ്പാലും കൂടി അങ്ങോട്ട് ഒഴിക്കുന്നുണ്ട് കേട്ടോ. ആഹാ, അടിപൊളി. എന്നിട്ട് ഇതൊന്ന് ഇളക്കി എടുത്താൽ നമ്മുടെ കണമ്പ് കറി റെഡി. കുറച്ചും കൂടി ഡ്രൈ ആക്കാറുണ്ട്. കുറച്ചും കൂടി ഡ്രൈ ആക്കിയാൽ നല്ലതായിരുന്നു. അപ്പോൾ നമ്മൾ അധികം ഡ്രൈ ആക്കുന്നില്ല. നമ്മൾ പുട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ പുട്ടിൻ്റെ കൂടെ അടിക്കാമെന്ന് ഓർത്താണ്. കുറച്ചും കൂടി നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഡ്രൈ ആക്കി ഉണ്ടാക്കിയാൽ നല്ലതാണ്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് പുട്ടിൻ്റെ അകത്തിട്ട് കണമ്പിട്ടിട്ട് എങ്ങനെയുണ്ടെന്ന് കഴിച്ചു നോക്കാം. അപ്പം ഞാൻ നമ്മളെ വലിയ കണമ്പിൻ്റെ ആ ഒരു വലിയ പീസ്, തലഭാഗമുള്ള പീസ് എടുത്തിട്ട് ഞാൻ നമ്മുടെ പുട്ടിൻ്റെ പുറത്തേക്ക് ഇട്ടിട്ട് കഴിച്ചു നോക്കാം. അടിപൊളി. പുട്ടിൻ്റെ നടുക്കോട്ട് തന്നെ അങ്ങോട്ട് ഞാൻ വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ കുറച്ച് തേങ്ങാപ്പാൽ ഗ്രേവി ചാറ് അതും ഇതിൻ്റെ പുറത്തേക്ക് അങ്ങനെ ഒഴിക്കുന്നുണ്ട്. ശരിക്കും ഈ മറ്റേ കണമ്പിന് ഇത് കണ്ട, കണമ്പിന് മുട്ടയുണ്ട്. മുഴുത്ത കണമ്പായതുകൊണ്ട് ഇത് കണ്ട, 2 വലിയ മുട്ട നിപ്പുണ്ട്. ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം, മുട്ട നിപ്പുണ്ട്. കണമ്പിൻ്റെ പുറത്തേക്ക് ഞാൻ ഇത്തിരി ചാറ് ഒഴിക്കുന്നുണ്ട്. പുട്ടിൻ്റെ പുറത്തും കുറച്ച് ചാറ് ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാനിത് എങ്ങനെ ഉണ്ടെന്ന് കഴിച്ച് നോക്കാം. പുട്ടും കണമ്പ് തേങ്ങാപ്പാൽ കറി എങ്ങനെ ഉണ്ടെന്ന് ഞാനൊന്ന് കഴിച്ച് നോക്കിയിട്ട് പറഞ്ഞുതരാം. അപ്പോൾ ആദ്യമേ തന്നെ കണമ്പിൻ്റെ മുട്ട വേണ്ട, സൂപ്പർ മുട്ടയുണ്ട്. 2 മുട്ടയുണ്ട്. അടിപൊളി. തരാടാ നിനക്ക് ഒരു മുട്ട സ്റ്റാലിനാണ് ഒന്ന് എന്നാ. അപ്പം മുട്ട കഴിച്ചു നോക്കട്ടെ. കുറച്ചും കൂടി ചെറിയ കണമ്പാണെങ്കിൽ മുട്ടക്ക് തരി ഉണ്ടാകാൻ. ഇതിരി വലിയ കണമ്പായതുകൊണ്ട് തരി കുറവാണ്. കണമ്പിൻ്റെ മുട്ട നല്ല കിടില മുട്ട വരുന്നു. അപ്പോൾ ഇനി ഒരു മുട്ട മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മുടെ കണമ്പ് എങ്ങനെയുണ്ടെന്ന് ഞാൻ കഴിച്ചു നോക്കട്ടെ. കണമ്പ് അറിയാം, നിങ്ങൾ കണമ്പ് കഴിച്ചിട്ടുള്ള ആൾക്കാർക്ക് കണമ്പ് എങ്ങനെയാണ്, കണമ്പിന് ടേസ്റ്റുള്ള മീനാണോ എന്നൊക്കെ എല്ലാവർക്കും നല്ല വിശദമായിട്ട് അറിയാവുന്ന കാര്യമാണ്. കണമ്പ് നല്ല സൂപ്പർ ടേസ്റ്റുള്ള മീനാണ്. കണമ്പും കുറച്ച് പുട്ടും കൂടി എടുത്തിട്ട് കുറച്ച് നമ്മുടെ ഇതിട്ടുണ്ടാകുന്നില്ല, നമ്മുടെ കുരുമുളക് ഇങ്ങനെ വായിലിങ്ങനെ കടിച്ചിട്ടില്ലേ, അതിൻ്റെ ഒരു ചെറിയ എരിവും കണമ്പിൻ്റെ ആ ഒരു ടേസ്റ്റും പുട്ടൊക്കെ കൂടി ഉണ്ടല്ലോ, ഒന്നും പറയാനില്ല. ഹെവി.
അടിപൊളി അടിപൊളി. ഞാൻ അധികം മൂളല്ല, മൂളൽ കൂടുതലാണെന്ന് പറയുന്നത് പരാതിയല്ല. കണമ്പ് നല്ല സൂപ്പറാണ്. കണമ്പ് ടേസ്റ്റാണ്, ടേസ്റ്റുള്ള മീനാണ്. ഇപ്പം ഞാൻ ഉണ്ടാക്കിയതെന്നല്ല, ആരുണ്ടാക്കിയെന്നാലും കണമ്പ് ടേസ്റ്റാണ്. നമ്മുടെ ഉണ്ടാക്കലിൻ്റെ അല്ല, കണമ്പ് ടേസ്റ്റുള്ള മീനാണ്. അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് കണമ്പ് എന്തായാലും നിലനിർത്തും. അടിപൊളിയായിട്ടുണ്ട്, സൂപ്പറായിട്ടുണ്ട്, ഒന്നും പറയാനില്ല. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതിരിക്കാൻ പറ്റുമോ? അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും. അപ്പോൾ അടുത്ത കിടിലം വീഡിയോസിൽ കാണുന്നവരെ കണമ്പ് കടലിൽ നിന്ന് നമ്മുടെ ചേട്ടൻ സുനിൽ ചേട്ടൻ, പുള്ളിയുടെ പേര് സുനിലെന്നാ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കടലിൽ നിന്ന് നമ്മുടെ സുനിൽ ചേട്ടൻ വല വീശിയെടുത്ത കണമ്പ് നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ച് വറ്റിച്ചെടുത്ത്